അമ്മയ്ക്കൊരുമ സ്നേഹക്കൂട്ടായ്മ ചാരിറ്റബിൾ സൊസൈറ്റിയും കേരള വ്യാപാര വ്യവസായ ഏകോപന സമിതി കുമളി യൂണിറ്റും മാധ്യമ കൂട്ടായ്മയും വണ്ടിപ്പെരിയാർ 63 മൈൽ വഴിയോരത്ത് വ്യാപാര സ്ഥാപനം നടത്തിവരുന്ന ജയനും ഭാര്യ മിനിക്കും സഹായമെത്തിച്ചു. റെയിൻബോ ടിവിയുടെ വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് നടപടി ഉണ്ടായത്. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കോട്ടയം കട സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. വണ്ടിപ്പെരിയാർ 63 മൈൽ ഉപജീവന മാർഗമായ പെട്ടിക്കടയിൽ തന്നെ മറ്റു മാർഗമില്ലാത്തതിനാൽ താമസമാക്കി അപകടത്തിൽ കാലുകൾ നഷ്ടമായ ജയനും ഹൃദയ സംബന്ധമായ രോഗത്താൽ വലയുന്ന ഭാര്യ മിനിയും കഴിഞ്ഞു വരുന്നത്. സ്വന്തമായി കിടപ്പാടമില്ലാത്തതും ഇവർ ഇപ്പോൾ അനുഭവിക്കുന്ന കഷ്ടതകൾ റെയിൻബോ ടിവിയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. ഈ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടാണ് ജില്ലയിൽ വർഷങ്ങളായി നിരവധിയായ ജീവകാരുണ്യ സാമൂഹ്യ പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന അമ്മയ്ക്കൊരുമ സ്നേഹ കൂട്ടായ്മ ചാരിറ്റബിൾ സൊസൈറ്റി ഇവർക്ക് കൈത്താങ്ങായി മുൻപോട്ട് വന്നത്. ഉപജീവന മാർഗമായി ഒരു ദിവസം 200 രൂപ നിരക്കിൽ വാടകയ്ക്കെടുത്ത പെട്ടിക്കടയുടെ പ്രവർത്തനം ഗ്യാസ് ക്ഷാമം മൂലം താളം തെറ്റുകയായിരുന്നു. വരുമാനം നിലച്ചതോടെ കടയിലേക്കുള്ള സാധനങ്ങൾ വാങ്ങുവാൻ പോലും നിർവാഹമില്ലാതായി. ഇതോടെയാണ് കടയിലേക്കുള്ള അവശ്യ സാധനങ്ങളുമായി അമ്മയ്ക്കൊരുമ സ്നേഹ കൂട്ടായ്മ പ്രവർത്തകർ രംഗത്തെത്തിയത്. ഇത് ഒരു തുടക്കമാണെന്നും ആരുമില്ലാത്ത ജയനും ഭാര്യ മിനിക്കുമൊപ്പം എപ്പോഴും ഉണ്ടാകുമെന്ന് അമ്മയ്ക്കൊരുമ സ്നേഹ കൂട്ടായ്മ ട്രസ്റ്റ് ചെയർമാൻ സാബു കുറ്റിപ്പാല പറഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രമാധ്യമങ്ങളിലും അതുപോലെ തന്നെ വാർത്താ ചാനലുകളിലും വളരെ സങ്കടകരമായ ഒരു വാർത്ത അതനുസരിച്ച് ഇന്ന് രാവിലെ ഒരു വാർത്ത പത്രത്തിൽ അതനുസരിച്ചിട്ടാണ് പ്രിയപ്പെട്ട വിജയനെയും ഷാജിക്കും രംഗം വെച്ചത്. ഇവർ ആവശ്യങ്ങൾ ചോദിച്ചറിഞ്ഞ് ഇവർക്ക് ആവശ്യമായിട്ടുള്ള അടിയന്തരമായിട്ടുള്ള സഹായങ്ങൾ ഇവരുടെ കടയിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് നമ്മളോട് പറഞ്ഞത്. അത് ഇവരുടെ ആവശ്യപ്രകാരമുള്ള ലിസ്റ്റ് തയ്യാറാക്കി ഷാജി ഇട്ട് തരികയായിരുന്നു. അതനുസരിച്ച് അവർക്ക് ആവശ്യത്തിനുള്ള എല്ലാ സാധനങ്ങളും തന്നെ ഞങ്ങൾ വാങ്ങിച്ച് ഇവിടെ എത്തിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ പത്രമാധ്യമങ്ങളിൽ കൂടിയാണ് ഇവരുടെ കഷ്ടതകൾ നമ്മൾ അറിഞ്ഞത്. അപ്പോൾ ഇങ്ങനെയുള്ള പത്രമാധ്യമങ്ങളൊക്കെ ഇങ്ങനെയുള്ള കഷ്ടത അനുഭവിക്കുന്നവരൊക്കെ എടുത്ത് കാണിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ഇവരെ ഓടിയെത്താനും ഇവരെ സഹായിക്കാനായിട്ടുള്ള ഒരു മനസ്സ് നല്ലതാണ്. തീർച്ചയായിട്ടും അതാണ് ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്രധർമ്മം എന്ന് പറയുന്നത് അതാണ്. ഇങ്ങനെ കഷ്ടത അനുഭവിക്കുന്നവരെ കണ്ടത്. കാരണം ഇത് ആരും അറിയാതെ സംരക്ഷിക്കപ്പെടാതെ പോകുന്ന കുറേയേറെ പേരുണ്ട്. പാചകവാതക ക്ഷാമം മൂലം ഉപജീവന മാർഗം പ്രതിസന്ധിയിലായത് ശ്രദ്ധയിൽപ്പെട്ടാണ് കേരള വ്യാപാര വ്യവസായ ഏകോപന സമിതി കുമളി യൂണിറ്റും മാധ്യമ കൂട്ടായ്മയും രംഗത്തെത്തിയത്. ഇവർക്ക് ആവശ്യമായ പാചകവാതക സിലിണ്ടർ എത്തിച്ചു നൽകുകയും ചെയ്തു. ഇവരുടെ ജീവിതം പച്ചപിടിപ്പിക്കുന്നതിനായുള്ള പ്രവർത്തനങ്ങളുമായി മുൻപോട്ട് പോകാനാണ് തീരുമാനമെന്നും KVBS കുമളി യൂണിറ്റ് പ്രസിഡന്റ് മജോ കാരിമുട്ടം പറഞ്ഞു. ഇതൊരു തുടക്കമാണ്. തീർച്ചയായിട്ടും മുൻപോട്ട് സൂചിപ്പിച്ചതുപോലെ ഇവരുടെ ജീവിതം പരിപിടിപ്പിക്കാൻ വേണ്ടിയുള്ള മുന്നോട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഈ കൂട്ടായ്മ ഒപ്പം കാണും എന്ന് ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. ഇത്തരം വാർത്തകൾ പുറം ലോകത്തേക്ക് എത്തിക്കുന്ന മാധ്യമ പ്രവർത്തകരെയും ഒരു കൂട്ടായ്മയും ഈ അവസരത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുന്നു. കയറിക്കിടക്കുവാൻ ഒരു കൂരയില്ലാത്ത ഈ നിർധനർക്ക് ഇവരുടെ മേൽവിലാസ ഇടമായ കുമളി പഞ്ചായത്ത് തന്നെ ഒരു പാർപ്പിട സൗകര്യം ഏർപ്പെടുത്തുവാനുള്ള നടപടികളുമായി മുൻപോട്ട് പോകുമെന്നും അമ്മയ്ക്കൊരുമ സ്നേഹ കൂട്ടായ്മ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ സാബു കുറ്റിപ്പാല, രക്ഷാധികാരി ബാബു സുരഫി, കേരള വ്യാപാര വ്യവസായി കുമളി യൂണിറ്റ് പ്രസിഡന്റ് മജോ കാരിമുട്ടം, മുൻ DCC പ്രസിഡന്റ് ജോയ് തോമസ്, മാധ്യമ കൂട്ടായ്മ പ്രതിനിധി ഷാജി കുരിശിമൂട്, കുമളി ഓൺലൈൻ വാട്സ്ആപ്പ് കൂട്ടായ്മ അഡ്മിൻ ലിജു ജോസ് എന്നിവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.